നവകേരള ബസിന്റെ രൂപമാറ്റം, പുതിയ സർവീസ്, പുതിയ പേര് ഇവയെല്ലാം KSRTCക്ക് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചു പറയാനാകുന്ന ഉത്തരം ഇല്ല എന്നാണ്. അതിപ്പോൾ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവും മുഖ്യമന്ത്രിയുടെ ഉത്തരവും ഇത് തന്നെയായിരിക്കും. അതുമാത്രമല്ല, ഈ ബസ് വരാനിരിക്കുന്ന നാളുകളിൽ വലിയ ബാധ്യത വരുത്തി വെക്കുകയും നഷ്ടക്കച്ചവടമാകുന്നതോടെ പഴി മുഴുവൻ KSRTCയുടെ തലയിലുമിരിക്കും. അതിന്റെ പേരിൽ ജീവനക്കാർക്ക് ഇപ്പോൾ 2 ഗഡുവുമായി ലഭിക്കുന്ന ശമ്പളം 3-4 ഗഡുവായി മാറാനും സാധ്യതയുണ്ട്. അല്ലെങ്കിലും KSRTC ജീവനക്കാരെല്ലാം സ്ത്രീലംബടന്മാരും സാമൂഹ്യ വിരുദ്ധരും ലഹരി മാഫിയകളുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? കോഴിക്കോട് നിന്നും ബംഗളൂരു വരെ സർവീസ് നടത്താനാണ് നവകേരള ബസ് നിരത്തിലിറക്കിയിരിക്കുന്നത്. ആകെ 26 സീറ്റുണ്ട് ഇതിൽ. ഒരു സീറ്റ് കണ്ടക്ടർക്ക് പോയാൽ ബാക്കി 25 സീറ്റ്. ലഗേജുകൾ വെക്കാൻ അധികം സ്പേസ് ഇല്ലെന്നത് യാത്രക്കാരെ പിന്നോട്ട് വലിക്കുമെന്ന് ഉറപ്പാണ്. 1 മാസത്തേക്കുള്ള ബുക്കിംഗ് നടന്നിട്ടുണ്ട്. നാളെ അവധി ദിനമായതുകൊണ്ട് ബുക്കിംഗ് ഫുള്ളാണ്. എന്നാൽ തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ ബുക്കിംഗ് കുറവാണെന്ന് KSRTC അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഈ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് വരുമ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പകുതി സീറ്റുകൾ മാത്രമാണ്. ഇതിന്റെ കണക്കുകൾ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ബസ് നാളെ രാവിലെ 4 മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച് 11:30 ബംഗളൂരുവിലെത്തും. തിരികെ ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് രാത്രി 10:05 കോഴിക്കോട്ടെത്തുന്ന രീതിയിലാണ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ആഡംബര നികുതിയും സെസ്സുമടക്കം 1171 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറാനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ടെലിവിഷൻ, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ എന്നീ സൗകര്യങ്ങളുമുണ്ട്. ബസിന്റെ നിറത്തിലോ ബോഡിയിലോ മാറ്റങ്ങളില്ല. മുഖ്യമന്ത്രിക്കായി സജ്ജീകരിച്ചിരുന്ന റിവോൾവിംഗ് ചെയർ മാത്രമാണ് എടുത്തു മാറ്റിയിട്ടുള്ളത്. മറ്റ് സംവിധാനങ്ങളെല്ലാം KSRTCയുടെ സ്കാനിയ ബസ്സിൽ ഉള്ളത് തന്നെയാണ്. ആകെ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്ന യാത്രക്കാരുടെ എണ്ണം 50 ആണ്. ഒരാളുടെ യാത്രാ ഫെയർ 1171 രൂപയാണ്. ഇങ്ങനെ ലഭിക്കുന്നത് ആകെ 58,550 രൂപയാണ്. എന്നാൽ നിലവിൽ കോഴിക്കോട് ബംഗളൂരുവിലേക്ക് മാത്രമാണ് ഫുൾ റിസർവേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതിന് 29,275 രൂപയാണ് ലഭിക്കുക. അതേസമയം ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്കുള്ള മടക്കയാത്രയ്ക്ക് ഇതുവരെ ബുക്ക് ചെയ്തിരിക്കുന്നത് 14 യാത്രക്കാരാണ്. ഇവരിൽ നിന്ന് ലഭിക്കുന്നത് 16,394 രൂപയാണ്. അപ്പോൾ നവകേരള ബസിന്റെ കന്നി യാത്രയിൽ KSRTCക്ക് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനം 45,669 രൂപയാണ്. 12,881 രൂപ ടിക്കറ്റ് വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനിയുള്ള സമയം ബംഗളൂരു കോഴിക്കോട് റിസർവേഷൻ ഉണ്ടായാൽ അതിൽ മാറ്റം വരും. ഇനിയും 11 സീറ്റുകൾ വേക്കന്റ് ഉണ്ടെന്നാണ് ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബംഗളൂരു കോഴിക്കോട് സർവീസിനും 1 മാസത്തേക്ക് ബുക്കിംഗ് തുറന്നിരുന്നുവെങ്കിലും ശോകമാണെന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ലഭിക്കുന്ന റൂട്ടാണ് കേരള ബംഗളൂർ അന്തർ സംസ്ഥാന സർവീസ്. പ്രധാനമായും ജോലിക്കാരും വിദ്യാർത്ഥികളുമാണ് ഈ സർവീസിനെ ആശ്രയിക്കുന്നത്. എത്ര ബസ് ഓടിയാലും യാത്രക്കാർ നിറഞ്ഞു പോകുന്ന റൂട്ടാണിത്. ബസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി, ബൂട്ട് സ്പേസ്, സീറ്റിംഗ് കംഫർട്ട്, കൃത്യസമയം ഇവയാണ് യാത്രക്കാർ പ്രധാനമായും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബംഗളൂരു റൂട്ടിൽ നിരവധി സ്വകാര്യ ബസ് കമ്പനികൾ ബസ് ഓടിക്കുന്നുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ യാത്രക്കായി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഇവർ വാഹനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഉറങ്ങാനുള്ള ബർത്ത് വരെയുള്ള 2 ടയർ സ്ലീപ്പർ കോച്ചാണിത്. ഇതിന് ബദലായാണ് KSRTC സ്കാനിയയും സൂപ്പർ ഡീലക്സും എല്ലാം ഓടിച്ചത്. നവകേരള ഗരുഡ ബസിന്റെ സമയമാണ് മറ്റൊരു വലിയ പ്രശ്നം. രാവിലെ 4 മണിക്കാണ് കോഴിക്കോട് നിന്നും തിരിക്കുന്നത്. ബംഗളൂരുവിൽ എത്തുന്നത് 11:30. ഓഫീസ് കോളേജ് സമയങ്ങൾ കഴിഞ്ഞാണ് ബസ് എത്തുക. ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. തിരിച്ച് കോഴിക്കോടേക്ക് വരുന്ന ബസ് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് 2:30 എത്തുന്നത് 10:05. ഉച്ചക്കാരെങ്കിലും യാത്രക്ക് തയ്യാറാകുമോ? രാത്രി 10 മണിക്ക് കോഴിക്കോട് വന്നിറങ്ങുന്നവർക്ക് വീടുകളിൽ പോകാൻ കണക്റ്റിംഗ് ബസ് കിട്ടുമോ? ഇതൊക്കെ വലിയ തിരിച്ചടി നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നവകേരള ഗരുഡ ബസ് അൺടൈം സർവീസായി മാറുമെന്ന് ഉറപ്പാണ്. അതേസമയം രാത്രി യാത്ര തിരിച്ച് പുലർച്ചെ ബംഗളൂരിൽ എത്തുന്ന രീതിയിലായിരുന്നുവെങ്കിൽ യാത്രക്കാർക്ക് ഏറെ പ്രയോജനമായേനെ. തിരിച്ചവിടുന്ന് രാത്രി തിരിച്ച് പുലർച്ചെ കോഴിക്കോട് എത്തുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് സർവീസ് സെറ്റ് ചെയ്യാതിരുന്നതെന്നും സംശയമുണ്ട്. കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന എല്ലാ സ്വകാര്യ സർവീസുകളും യാത്രക്കാരുടെ സൗകര്യമാനിച്ച് രാത്രിയാണ് ഓടുന്നത്. ടിക്കറ്റ് വരുമാനത്തിലും തേയ്മാനത്തിലും മെയിൻ്റനൻസിലും ഡീസൽ ഇനത്തിലും നവകേരള ഗരുഡ ബസ് വൻ പരാജയമാണ്. സാധാരണ ബംഗളൂർ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി 40 ആണ്. നവകേരള ഗരുഡ ബസ്സിൽ 26. സാധാരണ ബസ്സിന് ബംഗളൂരു വരെ ട്രിപ്പിന് ആവശ്യമായി വരുന്നത് 170 ലിറ്റർ ഡീസലാണ്. നവകേരള ഗരുഡ ബസ്സിന് 200 ലിറ്ററെങ്കിലും വേണ്ടിവരും.
കോഴിക്കോട് ബംഗളൂരു റൂട്ട് 380 കിലോമീറ്റർ ഉണ്ട്. ഡീസൽ ലിറ്ററിന് കുറഞ്ഞത് 98 രൂപയാണ് വില വരിക. അങ്ങനെയെങ്കിൽ 200 ലിറ്റർ ഡീസലിന് വില 19,600 രൂപയാവും. പിന്നെ വാഹനം ഓടുന്നതിന്റെ തേയ്മാനം മുതൽ മെയിന്റനൻസ് വരെയും ഡ്രൈവർ കണ്ടക്ടർ ശമ്പളവും പരിഗണിക്കുമ്പോൾ സർവീസ് വൻ നഷ്ടമാണെന്നാണ് വിലയിരുത്തുന്നത്. ബസിന്റെ ആദ്യ യാത്ര ആയതുകൊണ്ടാണ് ബസ് ഫുൾ ബുക്കിംഗ് ആയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ യാത്രക്കാർ നവകേരള ഗരുഡ ബസിനെ ഉപേക്ഷിക്കുമെന്നാണ് ജീവനക്കാരുടെ തന്നെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം നവംബറിലാണ് സർക്കാരിന്റെ നവകേരള യാത്ര ആരംഭിക്കുന്നത്. ഇതിനായി എല്ലാ മന്ത്രിമാരും അവരുടെ ഔദ്യോഗിക കാറിൽ കേരളം ചുറ്റാൻ നിന്നാൽ ഉണ്ടാകാവുന്ന ഭാരിച്ച ചെലവ് കുറക്കാനായിരുന്നു നവകേരള ബസ് ഇറക്കിയത്. എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരു ബസ്സിൽ. സംഗതി വലിയ ചർച്ചയായി. നവകേരള ബസ് കാണാനും ആൾക്കാർ കൂടി. പക്ഷെ ചെലവിനൊരു കുറവും വന്നില്ലെന്ന് മാത്രമല്ല, കൂടുകയാണ് ചെയ്തത്. ബസിന്റെ ആഡംബരത്തെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് മാധ്യമങ്ങൾ വാർത്തകൾ ചെയ്തു. 1.5 കോടി രൂപയോളം വിലയുള്ള ബസ് മ്യൂസിയം ആക്കണമെന്ന് അഭിപ്രായമുയർന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെ നിലനിർത്താനും നീക്കമുണ്ടായി. ഒടുവിൽ ഈ ബസ് നോക്കുന്നത് വലിയ ബാധ്യതയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി. അവസാനം KSRTCയുടെ തലയിൽ തന്നെ കെട്ടിവെച്ചു. അങ്ങനെ നവകേരള ബസ് രൂപം മാറി ഗരുഡ പ്രീമിയമായി. കോഴിക്കോട് ബംഗളൂരു സർവീസ് നടത്താൻ തീരുമാനിച്ചു. മന്ത്രിമാരെ ഒരുമിച്ച് സഞ്ചരിച്ച ബസ് എന്ന ഓർമ്മ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നഷ്ടമാകുമെന്ന ബോധ്യമുണ്ടായിട്ടും സർവീസ് നടത്താൻ തയ്യാറായിരിക്കുന്നത്.